ശരിക്കും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. രാവിലെ പണിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പം ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ ഇതുകൊണ്ട് ടിക്ടോക്ക് വന്നു. അപ്പം ഞാൻ സാധാ വീഡിയോ ചെയ്യായിരുന്നു 10-15 സെക്കൻഡ് ഡബ് സ്മാഷ് ഉള്ള സമയത്ത്. അപ്പൊ ആ വീഡിയോ ഒക്കെ ചെയ്തപ്പം ചുമ്മാ ചെയ്താ. അപ്പൊ അങ്ങനെ ഇരുന്ന് ഇപ്പൊ മ്യൂസിക്കല് വന്നു. മ്യൂസിക്കല് വന്നപ്പോഴത്തേക്ക് അതിനകത്തും 15 സെക്കൻഡ് വീഡിയോ പാട്ടൊക്കെ ഇട്ടിങ്ങനെ ചുമ്മാ വെറുതെ ചെയ്തു, ടൈം പാസിന് ചെയ്തു. അങ്ങനെ ഇപ്പൊ ടിക്ടോക്ക് മ്യൂസിക്കല് മാറി ടിക്ടോക്കായി. അപ്പം ഇവിടെ നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞാ നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്താ ഓൺ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താന്ന് പറഞ്ഞു, സ്വന്തം ശബ്ദത്തില്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് സംഭവം ഓക്കെ. ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ. നമ്മള് ചുമ്മാ ചെയ്യുന്നില്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മള് ചുമ്മാ ചെയ്ത് സംഭവം ഇങ്ങനെ കുറെ ഇട്ട് കുറച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളിപ്പം പുറത്ത് കുറെ മീഡിയകള് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അവര് ഷെയർ ചെയ്ത് അവരുടെ പേജിൽ വന്നു. അപ്പം അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പോപ്പുലാരിറ്റി ആയിട്ടില്ല, റീച്ച് വന്നെന്ന് പറയാം. അപ്പം നമ്മളറിയുന്നില്ല, നമ്മളിങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്നു, ആൾക്കാർ ശ്രദ്ധിക്കുന്നു, കാണുന്നുണ്ടെന്ന് നമ്മളറിയാം. അപ്പം നമ്മളിങ്ങനെ രാവിലെ പണിക്ക് പോകുന്നു, വൈകിട്ട് വീട്ടിൽ പോകുന്നു. അങ്ങനെ നമ്മൾ ഈ നാട്ടുവട്ടത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അങ്ങനെ പുറത്തോട്ട് വലുതായിട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെറിയ രീതിയിലൊക്കെ അതായത് പറഞ്ഞിങ്ങനെ ടിക്ടോക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതെ അങ്ങനെ കാണാറുണ്ട്, നന്നായിട്ടുണ്ട് ഓൺ വോയിസ്. ചിലരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലും വിഷ്വലൈസ് ചെയ്തെടുക്കുന്നത്. കാരണം പലരും ജീവിതത്തിൽ നടന്നതാണല്ലോ. ഇപ്പം ചേട്ടൻ നിൽക്കും, മനയും കല്യാണം കഴിച്ചു വരുന്നു, അങ്ങനെ പല സെറ്റപ്പ് ഇതുണ്ടല്ലോ.